ഹായ്, നമസ്കാരം. 2 കുട്ടികൾ അവർ സ്കൂള് വിട്ട് വരുമ്പോൾ വഴിതെറ്റി. ഞാൻ നടന്ന് രാത്രിയായി. രാത്രി എന്ന് വെച്ചാൽ കൂറ്റിരുട്ടുള്ള രാത്രി, ഒന്നും കാണാനില്ല. അപ്പം അതിലൊരു കുട്ടി പറഞ്ഞു, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മുൾക്കാട്ടിലാണ്. ഇതാ എൻ്റെ കയ്യിലെ മുള്ളുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, നമ്മളെത്തിയിരിക്കുന്നത് മുൾക്കാട്ടിലൊന്നുമല്ല, നമ്മളെത്തിയിരിക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. ഞാനിപ്പോൾ ഒരു പൂവിൽ തൊട്ടു. എൻ്റെ കൈ നല്ല മണമുണ്ട്, എൻ്റെ കൈക്ക് നല്ല മണമുണ്ട്, സുഗന്ധമുണ്ട്. പക്ഷെ രണ്ടാമത്തെ കുട്ടി പറഞ്ഞതൊന്നും ആദ്യത്തെ കുട്ടി വിശ്വസിച്ചില്ല. അവൻ ഇതൊരു മുൾക്കാടാണെന്നും ഇവിടെ നിറയെ വിഷക്കായകളും മുള്ളും വിഷജന്തുക്കളും ഒക്കെ ഉണ്ട് എന്ന് ഭയന്ന് പേടിച്ച് നേരം വെളുക്കാൻ വേണ്ടി പേടിയോടെ കാത്തിരുന്നു. രണ്ടാമത്തെ കുട്ടിയോ ഇതൊരു പൂന്തോട്ടമാണെന്ന് കരുതി തനിക്ക് ചുറ്റും വിടർന്ന മനോഹരമായ പല നിറത്തിലുള്ള പൂക്കളുണ്ട് എന്ന് വിചാരിച്ച് ആ പൂക്കളുടെ സുഗന്ധം നുകർന്ന് പല നിറത്തിലുള്ള ചിറകൾ വീശി വരുന്ന പൂമ്പാറ്റകളെ സ്വപ്നം കണ്ട് നേരം പുലരാണ്ട് കാത്തിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് അവർ ഉറങ്ങിപ്പോയി. രാവിലെ ആയി, നേരം വെളുത്ത് സൂര്യനുദിച്ച് വേല് തട്ടിയപ്പോൾ അവരുണർന്നു. ഉണർന്നു നോക്കുമ്പോൾ അവരുണ്ടായിരുന്നത് ഒരു വലിയ കെട്ടിടത്തിന്റെ മുറ്റത്തായിരുന്നു. അവരുടെ അടുത്ത് നിറയെ ചെഞ്ചോര പൂക്കളുള്ള മനോഹരമായ ഒരു പനിനീർ ചെടി. ഈ ഒരു കഥ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണം. ഏതൊരു അന്ധനും എത്ര മനോഹരമായ പനിനീർ ചെടിയും മുൾച്ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അന്ധത മാറ്റി കണ്ണ് തുറന്ന് നന്മ കാണാനും ലോകത്തെ ആസ്വദിക്കാനും തയ്യാറാവണം. എല്ലാവർക്കും നന്ദി.